ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 14, വിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പിന് ശേഷം വരുന്ന 5-ാം ഞായറാഴ്ച, സലീബ പെരുന്നാൾ. ഇന്ന് ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ എവൻഗലിയോൻ ഭാഗം ലൂക്കോസ് എവൻഗലിസ്തയുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ ആയിരിക്കും. കർത്താവിൻ്റെ ഒലിവുമല പ്രസംഗം എന്നറിയപ്പെടുന്ന വേദഭാഗമാണിത്. യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമുള്ള യേശുവിൻ്റെ പ്രവചനമാണ് ഈ പ്രസംഗത്തിലെ പ്രധാന ഉള്ളടക്കം. കേവലം ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനം മാത്രമല്ല, മറിച്ച് വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ നിർദ്ദേശങ്ങളും അവർക്കുണ്ടാകേണ്ടതായ പ്രത്യാശയും മറ്റും നൽകുന്ന ഒരു ദൈവശാസ്ത്ര രേഖ കൂടിയാണ്. സലീബ പെരുന്നാൾ മുതലുള്ള ആഴ്ചകളിൽ യുഗാന്ത്യ സംബന്ധമായ വേദഭാഗങ്ങൾ നൽകുന്നത് വഴി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി വിശ്വാസ സമൂഹത്തെ ഒരുക്കുവാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ബലം പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വേദഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുമ്പോൾ യേശു അതിൻ്റെ നാശത്തെക്കുറിച്ചാണ് പ്രവചിക്കുന്നത്. ഈ പ്രവചനം കേവലം ഒരു കെട്ടിടത്തിൻ്റെ നാശത്തെക്കുറിച്ചല്ല, മറിച്ച് പഴയ നിയമത്തിലെ യാഗങ്ങളുടെയും ആരാധനയുടെയും വ്യവസ്ഥിതി അവസാനിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്ന യെരുശലേം ദേവാലയം തകർക്കപ്പെടുമ്പോൾ അതിനു പകരം പുതിയ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടും. ആ ആലയം ക്രിസ്തു തലയായുള്ള ശരിയായ സഭയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദേവാലയം 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറയുന്നതും ജീവനുള്ള ദേവാലയമായ സഭയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും സ്ഥാപിതമാകുന്ന പുതിയ ഉടമ്പടിയോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കല്ലുകൾ കൊണ്ടുള്ള ഒരു കെട്ടിടത്തിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരിയായ സഭയിലാണ്. പ്രതിസന്ധികളുടെയും നടുവിലും ബലം പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് സഭ. പ്രതിബന്ധങ്ങളുടെ നടുവിലും ക്രിസ്തു സ്ഥാപിച്ച സഭ അതിൻ്റെ പ്രയാണത്തിൽ തുടരും എന്നതിൻ്റെ ഉറപ്പ് കൂടിയാണ് കർത്താവ് നൽകുന്ന ഈ പ്രത്യാശ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സഹിഷ്ണുതയാൽ പ്രാണനെ നേടുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ തരുന്നത്. ക്രിസ്തുവിൻ്റെ അനുകാരി ആയതിൻ്റെ പേരിൽ ശിഷ്യന്മാർ നേരിടാൻ പോകുന്നതായ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഈ വേദഭാഗത്തിലെ പ്രധാന പ്രതിപാദ്യം. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പഴിക്കുമെന്നാൽ എന്ന പ്രസ്താവന ഓരോ ക്രിസ്ത്യാനിയും നേരിടേണ്ടി വരുന്ന സഹനത്തിൻ്റെ സാധ്യതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും എന്ന പ്രത്യാശയുടെ വാക്ക് അതിജീവനത്തിൻ്റെ മാർഗനിർദ്ദേശമായി നമുക്ക് മനസ്സിലാക്കാം. വാസ്തവത്തിൽ തൻ്റെ ജീവിത മാതൃകയിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും കടന്നു വരുവാനുള്ള ക്ഷണക്കത്താണ് ഇത്. മനുഷ്യാവതാര കാലത്ത് താൻ സഹിച്ചതിനൊപ്പമോ അതിലും കൂടുതലോ തൻ്റെ അനുകാരികളും സഹിക്കേണ്ടി വന്നേക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്. എബ്രായർ 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തും അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് ഓർപ്പിക്കുന്നു. ക്രൂശിനെ സഹിച്ചവന് കിട്ടിയ പ്രതിഫലത്തിൻ്റെ തുല്യമായി ഓരോ വിശ്വാസിക്കും സഹനത്തിനപ്പുറം പ്രതിഫലം ലഭിക്കും എന്നത് നാം വിസ്മരിക്കരുത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തൻ്റെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുനരാഗമനത്തിൻ്റെ കാത്തിരിപ്പിനായുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള ദർശനമാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് ഉപയോഗിക്കുന്ന പറുസിയ എന്ന പദത്തിന് ഒരു രാജാവ് ആഘോഷമായി ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു എന്ന സൂചനയുണ്ട്. ഭൂമിയിലുള്ള അടയാളങ്ങൾ കാണുമ്പോൾ ലോകം ഭയത്തിൽ മുങ്ങുമെങ്കിലും തല ഉയർത്തി നിൽക്കുക
എന്ന കൽപ്പനയാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. തിന്മകളോട് സന്ധി ചെയ്യാതെയും സഹനത്തിൽ പതറിപ്പോകാതെയും സ്വർഗത്തിലേക്ക് നോക്കി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നത് ഓരോ വിശ്വാസിയും ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. രണ്ടാമത്തെ വരവ് അന്ത്യമല്ല, മറിച്ച് അതിൻ്റെ പുനഃസ്ഥാപനമാണ്. കുലുഷിതമായതും തകർന്നിരിക്കുന്നതും ആയ സകലത്തെയും നവീകരിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുന്ന മഹത്വമുള്ള നിമിഷമാണിത്. യേശുവിൻ്റെ വരവ് നാം ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണമാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം ഏവരും നമ്മുടെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എത്രയോ അർത്ഥവത്താണ് എന്ന് നമുക്ക് വചനം കൃത്യമായി വായിച്ച് ഗ്രഹിക്കുമ്പോൾ മനസ്സിലാകും. അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും അത് ഒരുക്കത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെങ്കിലേക്ക് അടുത്തു ചെല്ലാം. അവൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ തൃത്വത്തിൽ നമുക്ക് വിശ്വസിക്കാം. തൃത്വം നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.